സാറേ, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജിവെച്ചു. അവർ രാജ്യത്തില്ല, നാട് വിട്ടിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഫിൻലാൻഡിലേക്ക് പോയി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും പട്ടാളം രാജ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്, ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശിൽ കലാപമാണ്. ഇന്നലെ തന്നെ 100ഓളം പേര് അവിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് സ്ഥാനം ഒഴിയേണ്ടി വരും എന്ന് നമ്മുടെ ചർച്ചയിലും നമ്മൾ പറഞ്ഞിരുന്നു. സ്ഥാനം ഒഴിയുമെന്നല്ല, അവരെ പുറത്താക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഇത്ര പെട്ടെന്ന് രാജിവെക്കും എന്നുള്ളത് തോന്നിയിരുന്നോ? പ്രതീക്ഷയില്ല. കാരണം അപ്രതീക്ഷിതമാണ്. അല്ല, അവർക്ക് വലിയ സപ്പോർട്ട് അവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞ സൈന്യം മുമ്പത്തെ പോലെ അത്ര സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധ്യത കുറവായിരുന്നു. അവരൊരു പക്ഷേ ആ ഒരു 30% സംവരണം അവിടെയുള്ള സ്വാതന്ത്ര്യ സമരഭടന്മാരുടെ കുടുംബത്തിന് ജോലി ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ പിന്നോക്കം പോയേക്കാന്ന് കരുതിയിരുന്നത്. പക്ഷെ ആ തീരുമാനത്തിൽ അവർ പിന്നോക്കം പോയതുമില്ല. അപ്പം പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നം, നമ്മളെപ്പോഴും പറയുന്നത് ഇല്ലുമിനേറ്റ് ഉണ്ടല്ലോ, അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത്. അവർ ഓൾറെഡി അതൊരു അവരുടെ ഇലക്ഷന് മുമ്പ് തന്നെ ഒരു അമേരിക്കക്കാരൻ പോയി പറഞ്ഞു, വെള്ളക്കാരൻ എന്നാ അവർ പറയുന്നത്, അവിടെ ഒരു ക്രിസ്തു രാജ്യം സ്ഥാപിക്കാൻ അനുവദിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇലക്ഷനൊക്കെ ഞങ്ങൾ ഇത് ശരി ഏൽപ്പിച്ചിട്ടാണ്. ഇലക്ഷൻ അവർ ജയിച്ചു, പക്ഷെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പം അതിന് പിന്നെ അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്കയ്ക്ക് അവിടെ ഒരു രാജ്യം വേണ്ട. ക്രിസ്ത്യാനിറ്റി നമ്മൾ പലപ്പോഴും അത് ക്രിസ്ത്യാനിറ്റിയുള്ള സ്നേഹം കൊണ്ടല്ല, അവരുടെ സാമ്രാജ്യത്തെ താല്പര്യത്തിൻ്റെ ഭാഗമായി ചൈനയെ ഇന്ത്യനെ കൗണ്ടർ ചെയ്യാൻ നമുക്കൊരു സ്ഥിരം തലവേദന ആയിക്കൊണ്ട് അവർക്കൊരു രാജ്യം വേണം. ഈസ്റ്റ് തിമോർ പോലെ. ഈസ്റ്റ് തിമോർ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയുടെ ഭാഗമായ രാജ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഈസ്റ്റേൺ പാർട്ടിൽ അത് അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറി. ഫിലിപ്പൈൻസ് അങ്ങനെ വേറൊരു രാജ്യമായി മാറി. ഇവർക്കായിട്ട് നല്ല ബന്ധമുള്ള സൗത്ത് കൊറിയ ക്രിസ്ത്യൻ രാജ്യമായി, ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു. ഇവിടെ ചില ആളുകൾ ലെബനൻ്റെ ഒക്കെ കാര്യമായി പറയുമ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ ഉണ്ട്. ഇത് ലെബനൻ്റെ താല്പര്യം, അറബികളുടെ താല്പര്യമാണെങ്കിൽ ഇത് അമേരിക്കയുടെ താല്പര്യം. ക്രിസ്ത്യാനിറ്റിക്ക് ഇസ്ലാമിനൊന്നും കാര്യമായിട്ട് പങ്കൊന്നുമില്ല. ചില തീവ്രവിശ്വാസികൾ ഇത് നമുക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ തോന്നും രണ്ടു. പക്ഷെ അവർക്കൊന്നും ഇതിൽ വലിയ റോളൊന്നുമില്ല. ജിയോ സ്ട്രാറ്റജിക്കൽ അജണ്ടയാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇസ്ലാമിസ്റ്റുകൾ ഇളക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ ജീവൻ തന്നെ ഭീഷണിയാവുന്ന രീതി, അവരുടെ കുടുംബത്തെ പോലെ അസാസിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആ രീതിയിൽ അവർക്ക് ഒരു മെസ്സേജ് കിട്ടിയോണ്ടായിരിക്കും അവർ പോയത്. മിക്കവാറും ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. അവർക്ക് ഇന്ത്യനെ കണ്ട് സേഫ് ആയിട്ടുള്ള പ്രദേശം ഇവിടെ ദേശരാജ്യം എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടന്നിരിക്കാം. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? അത് ഇനി ആ ജനം തിരിച്ചു വിളിക്കുക. ആ സിസ്റ്റം മൊത്തത്തില് പട്ടാളം ഇടപെട്ട് കഴിഞ്ഞാൽ ആ പട്ടാളത്തെ മാറ്റണമെങ്കിൽ അതിലും വലിയൊരു സാധനം വരണം. അത് അമേരിക്ക പോലുള്ള ഇപ്പം ഇന്ത്യക്ക് അതിലും പോയി തലയിട്ടിട്ട് ആവശ്യത്തിൽ കൂടെ പ്രശ്നം നമുക്കുണ്ട്. പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ഇഷ്ടപ്പെടില്ല, താല്പര്യപ്പെടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ല ഫ്രണ്ടിനെയാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ നമ്മളതിൽ പോയിട്ടൊരു ഫോഴ്സ് പിന്നെ നമുക്കെതിരായി മാറും. എതിരായല്ല, ഒരു കാരണം കിട്ടാൻ കാത്തിക്കാണ്. സോ ഇത് ഈ തിരിച്ചുവരും അത്ര എളുപ്പമല്ല. ഇതിനി ഫണ്ടമെന്റലിസ്റ്റിൻ്റെ കയ്യിലേക്ക് പോകും. ആ രാജ്യം ഒരു സൈന്യവും ഫണ്ടമെന്റലിസ്റ്റും കൂടി ഒരു അടുത്ത പാകിസ്ഥാനായി മാറും. നമുക്കൊരു അടുത്ത തലവേദന വരാൻ പോകും. സ്ട്രാറ്റജിക്കലായി ചൈനയെ അവർ ഉപയോഗിക്കും, ചൈന ഉപയോഗിക്കും, അമേരിക്ക ഉപയോഗിക്കും, പാകിസ്ഥാൻ ഉപയോഗിക്കും എഗെയിൻസ്റ്റ് ഇന്ത്യ. ഇനി അടുത്ത ഇത്തരം ഒരു അട്ടിമറി പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലാണ്. മോഡിക്കെതിരെയാണ്. കാരണം മോഡിക്കെതിരെ ഹിന്ദുക്കളെ ഇളക്കി വിടാൻ പറ്റില്ല, ഹിന്ദുക്കളെ ഇളകില്ല. പക്ഷേ മോഡിക്കെതിരെ അവർ ഈ പറഞ്ഞതിൻ്റെ മാതിരി ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അന്താരാഷ്ട്ര രംഗത്ത് ഒരു വലിയൊരു എന്താ പറയുക നിലവിളിയൊക്കെ അവരുണ്ടാക്കും. അതിനകത്ത് ചില പ്രതിരോധങ്ങൾ ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യത. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന കർഷക സമരം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ചില സമരങ്ങൾ കൊണ്ടുവരും. അത് ഹിന്ദുസിനെ വേറൊരു പേരിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ സാധ്യതയുണ്ട്. പക്ഷെ സൈന്യം മോഡിയുടെ പിന്നിലാണ് ശക്തമായ നിലകൊള്ളുന്നതുകൊണ്ട് അത്ര എളുപ്പമല്ലത്. ഇന്ത്യയെ സംബന്ധിച്ച് എപ്പോഴും ഭരണ നേതൃത്വത്തിൻ്റെ ഉത്തരവുകൾ അനുസരിക്കുന്ന ഒന്നാണല്ലോ സൈന്യം എന്ന് പറയുന്നത്. ഭരണ നേതൃത്വത്തിലേക്ക് മുകളിലേക്ക് പോകണമെന്നൊരിക്കലും ഒന്നോ രണ്ടോ തവണ അങ്ങനെയൊക്കെ അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ രണ്ട് മോഡി ദേശീയ താല്പര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് സൈന്യം അദ്ദേഹത്തിന് പിന്നിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് ഇന്ത്യയിൽ അത്ര എളുപ്പമല്ല. പക്ഷേ നിരന്തരമായ പോപ്പുലർ അൺട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അടിച്ചമർത്താൻ ചിലപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ അടിയന്തരാവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അടിയന്തരാവസ്ഥയിലേക്ക് പോകുമ്പോൾ ജനം എതിരാവും. പിന്നെ RSS തന്നെ മോഡിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയ്ക്കാണ്. ഇപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി, സാമ്രാജ്യത്തെ അവരുടെ ചാരന്മാർ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാം.
അവർക്ക് RSSനുള്ളത് നോഞ്ഞിറങ്ങാൻ പറ്റില്ല, അത് എളുപ്പമല്ല. സൈന്യത്തിൽ അവരാളൊക്കെ ഉണ്ടാകും, പക്ഷെ അവർക്ക് തല വെക്കാൻ പറ്റില്ല. കാരണം സൈന്യത്തിൽ അതിലും നാഷണലിസ്റ്റുകളാണ്. കാരണം സൈന്യം അവരുണ്ടാക്കിയാണ്, സായിപ്പന്മാരുണ്ടാക്കി പോയതാണ്. പക്ഷെ അവരാളുകളും അതിലുണ്ടാവും, പക്ഷെ അവർക്ക് തല വെക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് സൈന്യം സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ നിലവിലുള്ള എൻ്റെ ലീഡർഷിപ്പിന് അങ്ങ് ഈ പറയുന്ന നമ്മുടെ രണാവത്തിനെ ചെയ്ത പോലെയൊക്കെ ചെയ്യേണ്ടി വരും. ഒരു ഏതാണ്ട് 4 പ്രധാനപ്പെട്ട ആളുകൾ അങ്ങ് പോയിട്ടുണ്ട്. അത് അത്ര എളുപ്പമല്ല. താഴെത്തട്ടിലുള്ള സൈനികരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവരെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല. അത് സേഫാണ്, പക്ഷേ അടുത്ത തെറ്റ് മോഡിക്കാണ്. കാരണം ഇവർ നാഷണലിസ്റ്റ് ഗവൺമെൻറ്റുകളെ മൊത്തം അട്ടിമറിച്ചു. ഇപ്പോൾ ശ്രീലങ്കയിലാണെങ്കിൽ രജപക്ഷ ഇങ്ങനെയുള്ള ആളായിരുന്നു. രജപക്ഷനെ അട്ടിമറിച്ചു. നാഷണലിസ്റ്റ് ആയിരുന്നു രജപക്ഷ. അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഘടകമാണ്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തെ അട്ടിമറിച്ചു. ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ചു. ഇനി അവർക്കുള്ളത് പാകിസ്ഥാൻ ഓൾറെഡി പെരിലാണ്. നമ്മൾ ചുറ്റുമുള്ള മറ്റ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു താലിബാനിസ്റ്റ് രാജ്യമാണ്. ഭൂട്ടാനിൽ രാജ്യമാണ്, നമുക്കൊരു വലിയ പ്രശ്നമല്ലത്. ബർമയിൽ മിലിറ്ററിയാണ് ഭരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഏതാണ് നമ്മളെ ഫ്രണ്ട്സായിരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇവർ പല പ്രശ്നത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് വർഷങ്ങളോളം പട്ടാള ഭരണത്തിലായിരുന്നു. ഇനി വീണ്ടും അങ്ങനെ തന്നെ പോകും, അങ്ങനെ പോകാനാണ് സാധ്യത. അങ്ങനെ അവർക്ക് ഇപ്പം ഹസീനയ്ക്കുള്ള ജനപിന്തുണ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഹസീനയ്ക്കെതിരെ തെരുവിലിറങ്ങിയ ഒരു വർഷം ആളുകളാണ്. അവർക്ക് മിലിറ്ററിയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹസീന പുറത്തു വിട്ടത്, രാജ്യത്തേക്ക് പോയത്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹസീനയ്ക്ക് ജനങ്ങളുടെ ഇടയിലുള്ള മനസ്സിലുള്ള സ്വാധീനമുണ്ട്. അത് കുറയ്ക്കണമെങ്കിൽ പട്ടാളം വരണം. ഇത് സംഭവിച്ചില്ലേ, ഫിനാഷെ അർജൻറ്റീനയിൽ വന്നത്, അർജൻറ്റീനല്ലേ ഫിനാഷെ, ചിലിയിൽ ഫിനാഷെ വന്നതൊക്കെ എങ്ങനെയാണ്? പിന്നെ അതുപോലെ അർജൻറ്റീനയിൽ പെരോണിസ്റ്റുകളെ മാറ്റിയിട്ട് വലതുവശ പട്ടാളത്തിന് സഹായത്തോട് വന്നു. പിന്നെ ഇസബൽ പറാൻ ഇതിലും വലിയ സ്വേച്ഛാധിപതിയായി. ലാറ്റിൻ അമേരിക്കൻ രാജ്യം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഇനി ഇവരെ വില്ലിയായി ചിത്രീകരിക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ നടപ്പിലാക്കാൻ പട്ടാളത്തിന് ഉപയോഗിച്ചേ പറ്റുള്ളൂ. പട്ടാളത്തിൽ അത് ശക്തമായിട്ടുള്ള ഒരു പാകിസ്ഥാനി മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് എലമെൻ്റ് അവിടെ ഉണ്ട്. അവർക്ക് അമേരിക്കയുടെ ബാക്കിങ് ഉണ്ട്. എപ്പോഴും ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം വിത്ത് സപ്പോർട്ട് ഓഫ് അമേരിക്കയാണ് വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. ഇടയ്ക്ക് അവിടെ പോയിട്ട് അവന്മാരൊന്ന് പൊട്ടിച്ച് ഇടയ്ക്കൊന്ന് തെറ്റി അതാണ് തിരിച്ച് ഞങ്ങൾ ആരാന്ന് കാണിച്ചിട്ട് ഇപ്പോൾ അവന്മാരൊക്കെ ഒതുങ്ങി. പ്രതിപക്ഷ നേതാവുണ്ടല്ലോ അവിടുത്തെ, അവരിനി എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ? അല്ല, അവർ ഈ പട്ടാളമായിട്ട് ഒത്തുപോകും. ഖലിദസിൻ്റെ പാർട്ടിയല്ലേ, അവർ ഈ പട്ടാളമായിട്ട് അങ്ങ് ഒത്തുപോകും. അത് എല്ലാ സമയത്തും അങ്ങനെ. ഇവർ മാത്രമാണോ റിബല്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനാധിപത്യത്തോടൊപ്പം നിൽക്കുന്ന, മതനിരപേക്ഷയോടൊപ്പം നിൽക്കുന്ന റിബൽ ഇവരാണ്. മറ്റവരെ ഇതിനെ അവിടുത്തെ ഭരണഘടന തന്നെ മാറ്റി ഇസ്ലാമിക രാജ്യമാക്കാൻ നോക്കിയ ആളുകളാണ്. ഇവരാണ് പിന്നെ തിരുത്തിയത്. ഖാലിദസിയ. ശരി. ഇതിന് ഇസ്ലാമിക രാജ്യമാക്കി കഴിഞ്ഞാൽ ഈ ഖത്തറിനൊക്കെ ഇഷ്ടം പോലെ ഫണ്ട് കിട്ടും. പിന്നെ പാകിസ്ഥാൻ ഇഷ്ടം പോലെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. അമേരിക്കൻ്റെ ഫണ്ട് കിട്ടും ഇൻഡയറക്റ്റ്ലി ഇന്ത്യനെ സപ്പോർട്ടാഷ് ചെയ്യാൻ. ഇപ്പോൾ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ വലിയ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇത് വലിയ പ്രശ്നമാണ്. നോർത്ത് ഈസ്റ്റിൽ ഡെവലപ്മെൻറ്റ് വരാത്ത സമയത്ത് അവർ തീവ്രവാദികളെ വെച്ചുകൊണ്ട് അവിടെ അവരുടെ ഈ പെന്തക്കോസ്റ്റിസം അതുപോലെ ബാപ്റ്റിസ്റ്റ് ചർച്ചിനെയൊക്കെ വളർത്തി. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ തിരിച്ചുപോക്കിൻ്റെ ഭാഗത്തിലവിടെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മണിപ്പൂർ ലഹള ഉണ്ടാക്കിയത്. മണിപ്പൂർ ലഹളൊന്നും വെറുതെ ഉണ്ടായത് ഇതുപോലെ കോടതി വിധിയായിട്ട് എന്താ പറയുക, നിങ്ങൾ കണക്ഷൻ നോക്കിയാൽ മതി. സീ ദ കണക്ഷൻസ്, സീ ദ ലിങ്ക്സ്. ഇതുപോലെ കോടതി വിധിയാണ്. അപ്പോൾ ഇത് സാമ്രാജ്യത്വ താല്പര്യത്തിൻ്റെ ഭാഗമാണ്. അവരുടെ ഈ ബംഗ്ലാദേശ് ഒന്നും അവരുടെ ടാർഗറ്റ് അല്ല, ടാർഗറ്റ് ഇന്ത്യയാണ്. ഇത് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടുമല്ലോ, അത് ആദ്യം മനസ്സിലാക്കണം. ക്രിസ്ത്യാനിറ്റിനെ അവർ ഉപയോഗിക്കുന്നതാണ്. അവർ നാളെ ഹിന്ദുത്വത്തെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റി അത് അവർ ഉപയോഗിക്കും. ഏതെങ്കിലും കമലാ ഹാരിസിൻ്റെ പേരും പറഞ്ഞുണ്ട്. അത്രയേ ഉള്ളൂ അവരുടെ കാര്യം. ഇത് അവരുടെ സാമ്രാജ്യത്വ താല്പര്യമാണ്, അതിൻ്റെ ഭാഗമാണ്. ഇത് ഇസ്ലാമിന് വേണ്ടിയിട്ടുമല്ല. ഇവരല്ല ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ടാണ് അവരാണ് ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ഈ രാജ്യത്തെ കൊടുത്തത്. ജനാധിപത്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പറയുന്ന ആളുകളാണ്. അവരാണ് ജനാധിപത്യ ഭരണത്തോട് അട്ടുമാക്കാൻ വേണ്ടി സൈലൻ്റായി നിന്ന് കൊടുക്കുന്നത്. ഇതൊന്നല്ല, മുമ്പുണ്ടായിരുന്നു. മുമ്പ് നമ്മൾ പിന്നെ എന്താണ് ആറ്റം ബോംബ് പരീക്ഷയില്ല വാജ്പേയിയുടെ സമയത്ത്, ആ സമയത്തുണ്ടായിരുന്നു. ആകെ അന്ന് ഈ ഇടപെട്ട് പൊളിച്ചെറിഞ്ഞതാണ്. ഇത് നമ്മളറിയാത്തതുകൊണ്ട് ഇത് വലിയൊരു യുദ്ധം, ഇൻറ്റൻസ് ആയിട്ടൊരു യുദ്ധം ആ തലത്തിൽ സൈലൻ്റായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മോഡിക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് വലിയ സംഭാവന ആഘോഷിക്കുന്നവർക്ക് മനസ്സിലാവില്ല. നാളെ അവർക്ക് നേരെയാണ് ഈ ഭീഷണി വരുന്നത്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ഇങ്ങനെ വന്നാൽ ഇന്ദിരാഗാന്ധിയുടെ വധമൊന്നും വെറുതെ സംഭവിച്ചൊന്നല്ല. അതിന് പിന്നിലൊക്കെ വലിയ കളികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭാരതം എങ്ങനെ ഇതിനെ നോക്കിക്കാണുമെന്നുള്ളത് പ്രധാനപ്പെട്ടു. കാരണം ഭാരതത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഷെയ്ഖ് ഹസീന. ആ രാജ്യം തന്നെ ഉണ്ടായത് നമ്മൾ മുഖാന്തരമാണല്ലോ ഉണ്ടായത്. അപ്പം
ഇന്ത്യ എങ്ങനെ റിയാക്ട് ചെയ്യും? ഇന്ത്യ ഇപ്പോൾ നിലവിലുള്ള ആളുകളെ പരസ്യമായി പിണക്കാനും ഇന്ത്യ ആവാതില്ല, പക്ഷെ ഇന്ത്യക്ക് തലവേദനയാണ്. കാരണം ആ ബോർഡർ നമ്മൾ ഇന്ത്യ വിരുദ്ധ ആളുകൾ വരുവാണെങ്കിൽ തലവേദന ഉണ്ടാക്കും. അതെ അതെ, നമ്മൾ ആ ബോർഡർ ആലോചിക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരമായിട്ട്. മോഡി കുറച്ചുകൂടി ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആ ഫേസ് ആലോചിക്കേണ്ട. ചൈനീസ് ബോർഡറും പാകിസ്ഥാൻ ബോർഡറും ആലോചിച്ചാൽ മതി, പിന്നെ ഇതും ആലോചിക്കും. അതൊരു പ്രശ്നമാണ്. ഈ ശ്രീലങ്ക തമിഴ് പുലികളൊക്കെ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥയിൽ അവന്മാർ തലപൊക്കിയാൽ നമ്മൾ സൗത്തും കൂടി ആലോചിക്കണം. ഇന്ത്യനെ അൺസൈക്കിൾ ചെയ്തിട്ടുള്ള പരിപാടിയാണ് തോന്നുന്നത്. ഇന്ത്യനെ പുറത്തുനിന്ന് ആക്രമിക്കുക, ഉള്ളിൽ പൊട്ടിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഒരു ആവിസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്കാരെ അറിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അല്ലാണ്ട് മോഡി എഴുതുന്നതും വന്നുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതാണ് സംഭവിക്കുന്നത്. ഒരു പൈസ ഇറക്കുന്നുണ്ട് കണ്ടമാണ്. ഇന്ത്യ വിരുദ്ധ ശക്തി ഇന്ത്യക്ക് ഉള്ളിൽ ഇന്ത്യനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പൈസ ഇറക്കുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും അവർ പറയുന്നത്.